കൊടകര ടൗണിൽ PWD കാനകളിലേക്ക് മലിനജലം ഒഴുക്കിയ വ്യാപാര സ്ഥാപനത്തിന് പഞ്ചായത്തിന്റെ കനത്ത പിഴ. പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് 50,000 രൂപയാണ് പിഴ ചുമത്തിയത്. കൊടകര ടൗണിലെ PWD കാനകളിലേക്ക് മലിനജലം തുറന്നുവിട്ട സംഭവത്തിൽ വ്യാപാര സ്ഥാപനത്തിനെതിരെ നടപടിയുമായി പഞ്ചായത്ത് അധികൃതർ. ടൗണിൽ പ്രവർത്തിക്കുന്ന തന്നൂസ് കിച്ചനാണ് പഞ്ചായത്ത് 50,000 രൂപ പിഴ ഈടാക്കിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് മാലിന്യജലം പൊതുകാനയിലേക്ക് ഒഴുകുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനെ തുടർന്ന് ആരോഗ്യ വിഭാഗവും പഞ്ചായത്തും ചേർന്ന് നടപടി സ്വീകരിക്കുകയായിരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് ഇന്നലെ മുതൽ ടൗണിലുള്ള PWD കാനകളിൽ മാലിന്യം ഒഴുക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ പരിശോധന തുടങ്ങിയിരുന്നു. ഇന്നലെ വൈകുന്നേരം ഒരു 11:30 ടൗണിലുള്ള തനൂസ് കിച്ചൻ എന്ന സ്ഥാപനത്തിൽ നിന്ന് മലിനജലം കാനയിലേക്ക് ഒഴുക്കുന്നത് ഹെൽത്ത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്തിൻ്റെ അധികൃതരടക്കമുള്ള ആളുകൾ അത് കണ്ടെത്തി പിടിക്കുകയുണ്ടായി. അവർക്ക് തക്കതായ ഫൈൻ കൊടുത്ത് നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. ഇന്നും അതിൻ്റെ ഭാഗമായിട്ട് കൊടകര വെള്ളിക്കുളം റോഡിൽ നീതു സ്കൂൾ ബാർ എന്ന സ്ഥാപനത്തിലെ മലിനജലം കാനയിലേക്ക് ഒഴുക്കുന്നതായി ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇനിയും തുടരും. മുഖം നോക്കാതെയുള്ള നടപടികളുമായിട്ട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകും. വ്യാഴാഴ്ചയും കൊടകര ടൗണിൽ പഞ്ചായത്ത് ഹെൽത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരിയും ഹെൽത്ത് ഇൻസ്പെക്ടർ ലിതിൻ ദേവസിയും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്നും നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, കൊടകര.